പവിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ സുധാകരൻ മാഷ് ഉറക്കമുണർന്നെണീക്കുക. അദ്ദേഹം എഴുന്നേറ്റ് ജനാല തുറന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന കമലയോടായി പറയുന്നുണ്ട്, എന്നും രാത്രി നിലവിളിച്ചുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതാ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി അത് അവസാനിപ്പിക്കണം. ഇന്നലെ കരഞ്ഞു കരഞ്ഞ് ശ്വാസം കിട്ടാതെ പോയത് കണ്ടില്ലേ? നിനക്ക് എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ എനിക്ക് ആരടിയുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അപ്പുറത്തെ ജനാല കൂടി തുറന്നിട്ട്, ഇന്നലെ രാത്രി നീ എന്നോടാ ചോദ്യം ചോദിച്ചില്ലേ, നീ മരിച്ചാ പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമെന്ന്. ഞാൻ അത് ഓർത്തുകൊണ്ട് കുറെ നേരം കിടന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എന്താ ചെയ്യാ? ഒറ്റയ്ക്ക് ജീവിച്ചതിനേക്കാളും ഒരുമിച്ച് ജീവിച്ചവരല്ലേ നമ്മൾ. ആ നമ്മളിൽ ഒരാള് അത്ര പെട്ടെന്ന് വിട്ടു പോവോ എന്ന് ഉറങ്ങിക്കിടക്കുന്ന കമലയുടെ അരികിലേക്ക് വന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല കമല, പോവുകയാണെങ്കിൽ തന്നെ ഞാനാവും ആദ്യം എന്ന് പറഞ്ഞ് മാഷ് ആ റൂമിന്റെ ഡോർ തുറന്ന്, ലോകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാ സംഭവിച്ചിട്ടുള്ളത്. മരണഭയമുള്ളവര് കുറെ കാലം കൂടി ജീവിക്കും. ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് നടത്തും ഇത് നടക്കുമെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരെ ഒറ്റ സെക്കൻഡിൽ അങ്ങ് ഇല്ലാതാവും. അല്ലെങ്കിലും ഭാര്യ മരിച്ചിട്ടുള്ള ഭർത്താക്കന്മാരുടെ ജീവിതം ദുരിതമാ. അവര് പിന്നെ ഒന്നിനും കൊള്ളാതാവും. ഭാര്യമാർ അങ്ങനെയല്ല, ഭർത്താക്കന്മാര് മരിച്ചാലും അവര് മക്കളുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചോളും. അതുകൊണ്ട് ലോകത്തുള്ള ഭർത്താക്കന്മാർ ആദ്യം മരിക്കണം, അത് കഴിഞ്ഞ് ഭാര്യമാര് മരിക്കാവൂ. അതിനുള്ള വല്ല പ്രത്യേക പ്രാർത്ഥനകളും തന്റെ ദൈവങ്ങൾക്ക് നേരാനുണ്ടെങ്കിൽ അത് പറഞ്ഞതാ. നീ ഇതൊക്കെ കേട്ട് കിടക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതൊക്കെ ശരിയല്ലേന്ന് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ അപ്പോഴേക്കും ഒരു കാപ്പി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പോഴും കണ്ണടച്ച് കിടപ്പായിരുന്നു കമലമ്മ. മാഷ് ചെന്ന് കിണറിന്ന് വെള്ളം കോരി പല്ലുതേപ്പെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ കയറി കാപ്പി ഉണ്ടാക്കുകയാ. പിന്നീട് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് കമല എന്ന് വിളിച്ച് റൂമിലേക്ക് എത്തുമ്പോഴേക്കും കമലമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. എഴുന്നേറ്റിട്ട് ഇത് എവിടെ പോയി എന്ന് സംശയത്തോടെ പറഞ്ഞ് റൂമിലാകെ നോക്കി കമല കമല എന്ന് വിളിച്ച് അവിടെ എല്ലാം തിരഞ്ഞു നോക്കുമ്പോഴേക്കും എന്തോ തട്ടി മറിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കുക. കമല എന്ന് വിളിച്ച് മാഷ് ഓടി ചെല്ലുമ്പോഴേക്കും അവിടെ നിലത്തു കിടന്ന് ശ്വാസം എടുക്കാൻ കഴിയാതെ പിടയ്ക്കുകയാണ് കമലമ്മയും. കമല അയ്യോ എന്തു പറ്റിയെന്ന് പറഞ്ഞ് മാഷ് അവരെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുകയാണ്. പിന്നീട് മാഷ് കമലമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അവരെ ഐസിയുവിനകത്തേക്ക് കയറ്റുന്നുണ്ട്. ആകെ തകർന്നു പോയ അവസ്ഥയിൽ ഐസിയുവിന് പുറത്തിരിപ്പാണ് മാഷും. അപ്പോഴാണ് വിശ്വവും ശ്രീജയും അങ്ങോട്ടെത്തുന്നത്. വിശ്വം അച്ഛന്റെ അരികിലേക്ക് ഇരുന്ന്, അച്ഛ എന്തു പറ്റിയച്ഛ, അച്ഛ എന്താ പറ്റിയത് എന്ന് സങ്കടത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛനൊന്നും മിണ്ടാതെ മരവിച്ച അവസ്ഥയിൽ ഒരേ ഇരിപ്പ. അച്ഛ എന്ന് വിശ്വം ഉറക്കെ വിളിക്കുമ്പോഴേക്കും ഒരു ഞെട്ടലോടെ നോക്കി അമ്മ എന്ന് പറഞ്ഞ് ഒരു കരച്ചിലോടെ വിശ്വത്തിന്റെ തോളിലേക്ക് ചായുകയാണ് മാഷ്. തന്റെ തോളത്ത് കിടന്ന് പൊട്ടിക്കരയുന്ന അച്ഛനെ കരച്ചിലോടെ ആശ്വസിപ്പിക്കുകയാണ് വിശ്വവും. അച്ഛ എന്ന് സങ്കടത്തോടെ വിളിക്കുന്നുണ്ട് ശ്രീജയ്. പിന്നീട് വിശ്വം പുറത്തെ കടയിൽ പോയി ഫ്ലാസ്കിൽ ചൂടുവെള്ളം വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് ശ്രീജ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നത്. നീ എങ്ങോട്ടാ എന്ന് വിശ്വം ചോദിക്കേ, ഈ മരുന്ന് വാങ്ങാൻ നഴ്സ് പറഞ്ഞെന്ന് പറഞ്ഞ് ശ്രീജ ആ ലിസ്റ്റ് കാണിച്ചു കൊടുക്കുന്നു. നീ അതിങ്ങോട്ട് താ, ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഫ്ലാസ്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്ത്, നീ ഇതുമായി അച്ഛന്റെ അരികിലേക്ക് ചെല്ലെന്ന് പറഞ്ഞ് വിശ്വം പോവാനായി തുടങ്ങുമ്പോഴേക്കും ശ്രീജ അവനെ വിളിച്ച്, വിശ്വട്ടാ വിനായകനെ അറിയിക്കണ്ടേന്ന് ചോദിക്കുന്നു. അച്ഛൻ എന്താ പറഞ്ഞതെന്ന് വിശ്വവും ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അച്ഛനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? വിനായകന്റെ കൂടി അമ്മയല്ലേ കിടക്കുന്നതെന്ന് ശ്രീജ ചോദിക്കേ, ഞാൻ വിളിച്ചോളാം, നീ അച്ഛന് ചായ കൊണ്ടു കൊടുക്ക്, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വവും പറയുന്നുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്താണെന്നാ എന്ന് ശ്രീജ ടെൻഷനോടെ പറയും. ഓർക്കാനും ടെൻഷൻ ആവാനും മാത്രമുള്ള കാര്യങ്ങൾ ഞങ്ങൾ മക്കൾ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ കാരണം മറുത്തൊന്നുമല്ല, നീ ചെല്ലെന്ന് പറഞ്ഞ് വിശ്വം മരുന്ന് വാങ്ങിക്കാനായി പോവുകയാ. മാഷയുടെ ഐസിയുവിന് പുറത്തിരിക്കുമ്പോഴാണ് ഒരു നേഴ്സ് ഐസിയുവിൽ നിന്ന് ഇറങ്ങി വന്ന് സുധാകര മാഷ് എന്ന് വിളിക്കുന്നത്. മാഷ് എഴുന്നേൽക്കുമ്പോഴേക്കും അകത്തു കയറി കാണാമെന്ന് അവർ പറയും. മാഷ് അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇട്ട് കണ്ണടച്ചു കിടക്കുകയാണ് കമലമ്മയും. മാഷ് അവരെ സ്നേഹത്തോടെ ഒരു നിമിഷം നോക്കി നിന്ന് അവരുടെ അരികിലുള്ള ചെയറിലേക്ക് ഇരുന്ന് അവരുടെ കൈ എടുത്തു പിടിക്കുമ്പോഴേക്കും കമലമ്മയും മെല്ലെ കണ്ണു തുറക്കുകയാണ്. അരികിലിരിക്കുന്ന മാഷിനെ കണ്ടവർ തളർച്ചയോടെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിനായകനും നന്ദിനിയും ഒരു ഓട്ടോയിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിറങ്ങുകയാണ്. ഓട്ടോയിൽ നിറങ്ങിയ വിനായകൻ നടക്കാൻ തുടങ്ങുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, അതെ ഒന്ന് നിന്നേ. വിനായകൻ സംശയത്തോടെ നിൽക്കെ, നിങ്ങൾ ഇതെങ്ങോട്ടാ ഈ വാലിന് തീപിടിച്ച പോലെ പായുന്നത് എന്നവൾ ചോദിക്കെ, ആശുപത്രിയിലേക്കെന്ന് വിനായകൻ. അതെനിക്ക് മനസ്സിലായി, പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന തിടുക്കമൊന്നും നിങ്ങളെ ഇതറിയിക്കുന്നതിൽ അവർ കാണിച്ചില്ലല്ലോ എന്ന് നന്ദിനി ചോദിക്കെ, എന്നുവെച്ചാ എന്ന് വിനായകനും. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന വിവരം അവര് നിങ്ങളെ അറിയിച്ചില്ലല്ലോ എന്ന് നന്ദിനി ചോദിക്കെ, എടി പിന്നെ പറയാതെയാണോ നമ്മൾ അറിഞ്ഞതെന്ന് വിനായകനും ചോദിക്കുന്നു. അത് വിശ്വേട്ടനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അമ്മയെ അഡ്മിറ്റ് ചെയ്ത വിവരം അച്ഛന് വിശ്വേട്ടനെ വിളിച്ചറിയിക്കാൻ പറ്റി, നിങ്ങളോടത് പറയാൻ തോന്നിയില്ലല്ലോ. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളോടൊക്കെ അത്രയേ ഉള്ളൂ അവർക്ക് എന്ന് നന്ദിനി പറയേ, എടി ആരെങ്കിലും ഒരാളെ വിളിച്ചറിയിച്ചാ പോരെ നന്ദിനി എന്ന് വിനായകനും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കത് മതിയായിരിക്കും, എനിക്കത് പോരാ. ഒളിച്ചോടിപ്പോയ വേദയുടെ അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ അച്ഛൻ അവളെയും വിളിച്ചറിയിച്ചേനെ ഇപ്പോ എന്ന് നന്ദിനി പറയുന്നതുകൾക്ക് ഒളിച്ചോടി പോവേ, നീ എന്താ അനാവശ്യടി പറയുന്നതെന്ന് വിനായകനും ചോദിക്കുന്നു. ഒളിച്ചോടി പോയത് തന്നെയല്ലേ, അതിലെന്താ സംശയം
ആരും അറിയാത്ത സ്ഥലത്തേക്ക് ആരോടും പറയാതെ പോകുന്നതിന് തന്നെയാണ് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് എന്ന് നന്ദിനി പറയുന്നത് കേൾക്കേ. പക്ഷേ അത് നീ പറയുമ്പോ അതിലൊരു മോശം ധ്വനിയുണ്ട് എന്ന് വിനായകനും പറയുകയാ. ഉവ്, ചിലപ്പോ കുറെ കാലം കഴിഞ്ഞ് മടങ്ങി നാട്ടിലെത്തുമ്പോ കൂടെ മറ്റൊരാളും അയാളുടെ കുഞ്ഞും കണ്ടുകൂടാന്നില്ലല്ലോ എന്ന് നന്ദിനി ചോദിക്കേടി. തോന്നിയസം പറയാതെ വായടച്ചോ എന്ന് വിനായകനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അവള് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയതു തന്നെ വിക്രത്തോടുള്ള പ്രതികാരം തീർക്കാൻ. അവസാനം അതുതന്നെ സംഭവിച്ചില്ലേ? വിക്രം അകത്തായില്ലേ എന്ന് നന്ദിനി ചോദിക്കുക. വിക്രമിനെ അകത്താക്കാൻ വേദ സ്വന്തം അങ്കിളിനെ തന്നെ കൊല്ലിച്ചുവല്ലേ? നിന്റെ തലയിൽ എന്തോരം വിഷമടി എന്ന് വിനായകൻ ചോദിക്കേ. നാണം കെടുന്നതും അപമാനിക്കപ്പെടുന്നതും നിങ്ങൾക്കൊരു പ്രശ്നമല്ലായിരിക്കും, പക്ഷേ മക്കളിൽ ഒരാളെ മാത്രം ഇങ്ങനെ വേറെയായി കാണുന്നതേ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് നന്ദി. മതി, നീ ഇനി അധികമൊന്നും പറയണം. ഇങ്ങോട്ട് നടക്കടി, വാടി ഇങ്ങോട്ടെന്ന് വിളിച്ച് വിനായകൻ ഹോസ്പിറ്റലിലേക്ക് കയറി പോവുകയാ. പുറകെ നന്ദിനി. അങ്ങനെ അവർ ഐസിയുനരികിലെത്തുകയാ. ഇത്ര പെട്ടെന്ന് ഫിക്സ് വരാൻ എന്താ കാരണം എന്ന് വിശ്വത്തോടായി വിനായകൻ ചോദിക്കുകയാ. സങ്കടം കുറെയുണ്ടല്ലോ, എല്ലാം കൂടി താങ്ങാൻ പറ്റാതെ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വവും. ഇതിനേക്കാൾ ചെറിയ പ്രായത്തിൽ അവൻ ജയിലിൽ പോയിട്ടുള്ളതല്ല. അന്നൊന്നും ഇങ്ങനെ ഫിക്സ് വന്നിട്ടില്ലല്ലോ. ഞാൻ പറയുമ്പോഴേ എല്ലാവർക്കും പ്രശ്നമുള്ളൂ. ഈ കുടുംബം ഇങ്ങനെ ചിന്നിച്ചിതറാൻ കാരണം വേദ ഒരൊറ്റ ആളാ എന്ന് നന്ദിനി കുറ്റപ്പെടുത്തുന്നുണ്ട്. വേദ ഇവിടുന്ന് പോയിട്ട് നാളുകളായില്ലേ, ഇനി എന്തു പറയുമ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ എന്ന് ശ്രീജയും ചോദിക്കും. ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം അവളായതുകൊണ്ട് എന്ന് നന്ദിനി പറയേ. അതെ, അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, ഇതൊന്നും കേൾക്കണ്ടെന്ന് വിശ്വം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കാൻ നന്ദിനിയും കേട്ടാലും എനിക്ക് വിരോധമൊന്നുമില്ല. ജപ്തി ചെയ്യാൻ ആളുകൾ വരും മുമ്പേ ആദ്യം ഇറക്കി വിട്ടത് ഞങ്ങളെയാ എന്ന് നന്ദിനി പറയേ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നിങ്ങൾ മാത്രമല്ലല്ലോ ഞാനും വിശ്വേട്ടനും ഇപ്പൊ വേറെയല്ലേ താമസിക്കുന്നത് എന്ന് ശ്രീജയും ചോദിക്കുന്നുണ്ട്. അക്കാര്യമൊന്നും പറയണ്ട, വസ്തു ലേലത്തിന് വെച്ചപ്പോ കടം വീട്ടി ബാക്കി വന്ന തുകയിൽ നിന്നേ ഒരു വലിയ വിഹിതം നിങ്ങൾക്കല്ലേ തന്നത്, അതുകൊണ്ടിപ്പോ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടായല്ലോ എന്ന് നന്ദിനി വീണ്ടും കുറ്റപ്പെടുത്തുകയാ. അത് കേൾക്കെ വിശ്വവും വിനായകനോടായി, എടാ വിനായക, നിനക്ക് തനിയെ വന്ന പോരായിരുന്നു, ഈ അസുഖം പിടിച്ചതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു എന്ന് ചോദിക്കുന്നത് കേൾക്കെ നന്ദിനിയും, അയ്യോ വിശ്വേട്ടാ, അങ്ങനെ വിചാരിക്കണ്ട, ഒരു സ്ഥലത്തിന്റെ കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോകാനുള്ളത് കൊണ്ടേ വിനയേട്ടൻ നാളെ വന്നാ മതിയെന്ന് പറഞ്ഞത്. സ്ഥലത്തിനേക്കാൾ വലുതാണ് അമ്മയെന്നും പറഞ്ഞ് കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നതേ ഞാനാ എന്ന് പറയേ തന്നെ നോക്കി നിൽക്കുന്ന വിനായകനെ നോക്കി, അങ്ങനെ തന്നെയാണ് എന്ന് നന്ദിനി ഉറപ്പിച്ചു പറയുന്നു. അതെ, ഇവളാണ് ഇപ്പൊ തന്നെ പോരണമെന്ന് പറഞ്ഞത് എന്ന് വിനായകനും പറയുന്നുണ്ട്. നന്ദിനി ചിലരെ പോലെ പുറമെ ചിരിച്ചു കാണിച്ചൊന്നും നടക്കില്ല. ഉള്ളിൽ പകയും കൊണ്ട് നടക്കുന്ന ടൈപ്പുമല്ല. വെട്ടി തുറന്നു പറയുമെങ്കിലും ഉള്ളില് സ്നേഹമുള്ളവൾ എന്ന് നന്ദിനി പറഞ്ഞു തരുമ്പോഴേക്കും ഐസിയുവിൽ നിന്ന് ഒരു നഴ്സ് ഇറങ്ങി വന്ന് കമലയുടെ ബൈസ്റ്റാൻഡർ ആരാ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോഴേക്കും അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് നന്ദിനി നിലവിളിക്കാൻ തുടങ്ങുകയാണ്. സുധാകര മാഷില്ലേ എന്ന് നഴ്സ് ചോദിക്കുമ്പോഴേക്കും മാഷ് എഴുന്നേറ്റ് ചെന്ന് എന്താ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ വിളിക്കുന്നു, വരൂ എന്ന് നഴ്സ് പറയെ സുധാകര മാഷും അവരുടെ കൂടെ ഐസിയുലേക്ക് കയറി പോവുകയാണ്. നന്ദിനി അപ്പോഴേക്കും സങ്കടം അഭിനയിച്ച് ഒരു ചെയറിലേക്ക് ഇരുന്ന്, ഈശ്വര, എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടാവും, വെളിവും വെള്ളിയാഴ്ചയുമുള്ള സമയത്ത് ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാ, അത് നടക്കുമോ ആവോ എന്ന് പറഞ്ഞ് സങ്കടം അഭിനയിച്ചിരിക്കുമ്പോഴേക്കും വിനായകൻ അങ്ങോട്ട് ചെന്ന് ഒരു പിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മിണ്ടരുതെന്ന് വിരൽ ചൂണ്ടി പറയുന്നുണ്ട് അവളോട്. മാഷ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും കമലമ്മയെ പരിശോധിച്ച് നിൽക്കുകയായിരുന്നു ഡോക്ടർ എന്ന് മാഷ് വിളിക്കുമ്പോഴേക്കും ഓക്സിജൻ സാച്ചുറേഷൻ കുറവാണ്, ബിപിയും കുറവാണ്, പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ടി വരുമെന്ന് പറയും. എന്ത് വേണമെങ്കിലും ആവാം ഡോക്ടർ, എനിക്ക് അവളെ പഴയതുപോലെ തിരിച്ചു തന്നാൽ മാത്രം മതി എന്ന് മാഷ് പറയേ. വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ബട്ട് വി റെഡി ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി അറ്റ് എനി ടൈം എന്ന് പറഞ്ഞ് നഴ്സിനോടായി, സിസ്റ്റർ വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും. മാഷ സങ്കടത്തോടെ കമലാമ്മയുടെ അരികിലേക്ക് ചെന്നിരുന്ന് അവരുടെ കൈ കവർന്നെടുത്ത് ഒരു ഉമ്മ കൊടുക്കുകയാ. വേദ രാവിലെ ഉറക്കമുണർന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് സീതാലക്ഷ്മിയുടെ മുഖമാണ്. അമ്മേ എന്ന് വിളിച്ചവൾ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്ന് അപ്പുറത്തെ ബെഡിലേക്ക് ശ്രദ്ധിച്ച് രാധിക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് പെയിൻ വന്നു മോളെ, ലേബർ റൂമിലോട്ട് കൊണ്ടുപോയെന്ന് അമ്മ പറയും. എപ്പോ എന്ന് വേദ ചോദിക്കേ. ഇന്ന് വെളുപ്പം കാലത്ത്, ഞാൻ നോക്കുമ്പോ മോള് നല്ല ഉറക്കത്തിലായിരുന്നു, അതാ ഉണർത്തി പറയാതിരുന്നത്. പെട്ടെന്ന് BP താഴ്ന്നു പോയി, ആകെ പ്രശ്നത്തിലായി, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയത്. അവിടെ ചെന്നിരുന്നപ്പോഴാ ഓർത്തത് മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളല്ലോ എന്ന്, അതുകൊണ്ടൊന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാ. അപ്പോഴാ മോൾ എണീറ്റതെന്ന് അവർ പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് വേദ. അവിടെ ചെന്നിരിക്കുമ്പോഴേ അവന്റെ സങ്കടം കാണാൻ വയ്യ മോൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ യൂണിഫോം ഇടുമ്പോഴുള്ള ധൈര്യം മാത്രമേ ഉള്ളൂ. എനിക്കോ രാധികയ്ക്കോ എന്തെങ്കിലും വന്നാ പിന്നെ അവൻ ഇരുപുറയ്ക്കത്തില്ല. 2 ദിവസമായിട്ട് ഒന്ന് കാണാനോ അന്വേഷിക്കാനോ പറ്റാത്തത്ര ഓട്ടത്തിലായിരുന്നല്ലോ, അതിന്റെ ഒരു സങ്കടം വേറെയെന്ന് അമ്മ പറയുന്നുണ്ട്. രാധിക അനാഥാലയത്തിലായിരുന്നു അല്ലേ എന്ന് വേദ ചോദിക്കേ. അത് മോളോട് ആര് പറഞ്ഞു എന്ന് അവരും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു. കുഞ്ഞുനാളിൽ ഒരു കലാപത്തിൽ നിന്ന് അവള് മാത്രമായി രക്ഷപ്പെട്ട കാര്യമോ എന്ന് വേദ പറയേ. അതേ മോളെ, അല്ലാത്തൊരു തലവിധിയായിരുന്നു ആ കൊച്ചിന്. അങ്ങനെ ഒരാളെയാ തരുൺ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോ എനിക്ക് അവനെ കുറിച്ച് അഭിമാനമാ തോന്നിയത്. അവൾ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നെന്നോ.
ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ അത് ഇരട്ടിയായി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തരുണ പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്, അതൊക്കെ കുട്ടി ഉണ്ടായി കഴിഞ്ഞറിഞ്ഞാൽ മതിയെന്ന്. അന്ന് ആ മാളിൽ വെച്ച് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് സന്തോഷത്തോടെ ഇരിക്കേണ്ടവളാണെന്ന് അറിയാമോ എന്റെ രാധിക മോൾ എന്നമ്മ സങ്കടത്തോടെ പറയേ. ഡെലിവറി കഴിയുന്നതോടെ ഇപ്പൊ ഉണ്ടായ ഈ ട്രോമ എല്ലാം രാധിക പഴയതുപോലെയാവും, അമ്മ ഉറപ്പിച്ചോ എന്ന് വേദയും ആശ്വസിപ്പിക്കുക. ഇപ്പൊ എന്നോട് മോൾ അങ്ങനെ പറയുമ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നു എന്നമ്മ പറയുമ്പോഴേക്കും അവരുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരിക. അവരത് അറ്റൻഡ് ചെയ്ത് ആണോ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് എഴുന്നേറ്റ് മോളെ രാധികയ്ക്ക് തിരി കുഴപ്പമായിട്ടുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഇവിടെ നിന്ന് പോവുകയാണ്. അവിടെ ഓഫീസിലിരിക്കുന്ന ആൻഡ്രൂസ് സാറിന്റെ അരികിലേക്ക് ഒരു പോലീസുകാരൻ വന്ന് സാർ വിക്രമിനെ സാറിനെ കാണണമെന്ന് പറയുന്നു എന്ന് പറയേ പുറത്തുണ്ടോ എന്ന് സാറും ചോദിക്കുക. പുറത്തുണ്ട്, പറ്റില്ലെന്ന് പറയട്ടെ എന്ന് ആ പോലീസുകാരൻ ചോദിക്കുക. എന്തിന് വരാൻ പറ എന്ന് സാറും. അയാൾ പുറത്തേക്ക് പോയി വിക്രത്തെ അകത്തേക്ക് പറഞ്ഞു വിടുക. വിക്രം അങ്ങോട്ട് വരുമ്പോഴേക്കും വിക്രം എന്തൊക്കെയുണ്ട് ഇരിക്ക് എന്ന് സാർ പറയും. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം, എനിക്ക് വേണ്ടി സാർ ഒരു ഉപകാരം ചെയ്യാം എന്ന് വിക്രം ചോദിക്കെ. എന്താ പറ എന്ന് സാറിന് എന്റെ വീട്ടിലൊരു കാര്യം അന്വേഷിക്കാവോ? അമ്മയെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു സമാധാനവുമില്ല, ഒരു കാലത്തും ഞാൻ അമ്മയ്ക്ക് സമാധാനം കൊടുത്തിട്ടുമില്ല, ഇപ്പൊ എന്തോ വല്ലാത്തൊരു പേടി പോലെ എന്ന് വിക്രം ടെൻഷനോടെ പറയേ. അതിനെ വീട്ടിലേക്ക് വിളിച്ച് അന്വേഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയ പോലെ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 നമ്പറിലേക്കും വിളിച്ചു, അച്ഛന്റെയും ചേട്ടന്റെയും. അച്ഛന്റെ നമ്പർ സ്വിച്ച് ഓഫ്, ചേട്ടനാണെങ്കിൽ എടുക്കുന്നുമില്ല എന്നവൻ പരിഭ്രമത്തോടെ പറയേ. ഏയ് താൻ വെറുതെ പേടിക്കുന്നതായിരിക്കും, ഒന്നും സംഭവിക്കില്ലെന്ന് സാറും ആശ്വസിപ്പിക്കുകയാ. ആയിരിക്കും, പക്ഷേ അമ്മയെ ഞാൻ സ്വപ്നം കൂടി കണ്ടു, അതുകൂടി കഴിഞ്ഞപ്പോ എന്നവൻ ടെൻഷനോടെ പറയുന്നുണ്ട്. താൻ സമാധാനമായിട്ടിരിക്കും, ഞാൻ അന്വേഷിച്ചോളാം പോരെ, പിന്നെ എല്ലാ വിവരവും തന്നെ കൃത്യമായി അറിയിക്കുകയും ചെയ്യും എന്ന് സാർ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ലേബർ റൂമിന് പുറത്തിരിക്കുകയായിരുന്നു തരുണും അമ്മയും. ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഒന്ന് റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞ് തന്റെ റൂമിലേക്ക് പോവുക. അവരങ്ങോട്ട് ചെല്ലുകയാ. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തരുൺ ടെൻഷനോടെ ചോദിക്കുന്നു. അതാണ് ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത്, രാധികയുടെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റും എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ. മനസ്സിലായില്ല ഡോക്ടർ എന്ന് അമ്മയും ചോദിക്കുന്നു. ആ കുട്ടിയുടെ ആരോഗ്യനില നമ്മൾ വിചാരിക്കുന്നതിലും വേസ്റ്റ് ആണ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെയും അമ്മയെയും ഒരുമിച്ച് രക്ഷിക്കുക എന്നത് സാധ്യമല്ല എന്ന് ഡോക്ടർ പറയേ. വാട്ട് യു മീൻ ഡോക്ടർ എന്ന് തരുണും ചോദിക്കുന്നു. അതെ, 2-ൽ ഒരാളെന്ന റിസ്ക് നമ്മൾ എടുക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കെ ആകെ തകർന്നു പോവുകയാ തരുൺ. ഒരു സാധ്യതയുമില്ലേ ഡോക്ടർ എന്നവന്റെ അമ്മ ചോദിക്കുക. പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും വൈകിയാൽ ഒരു പക്ഷേ എന്ന് ഡോക്ടർ പറയുന്നവർക്ക് തരുണും സങ്കടത്തോടെ കരയാൻ തുടങ്ങി. എനിക്ക് തരുണിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും, പക്ഷേ എന്ന് ഡോക്ടർ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഇല്ല, എനിക്ക് അവളെ വേണം ഡോക്ടർ, അവൾ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി, പക്ഷേ അതിനുവേണ്ടി അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ, എനിക്കവളെ വേണം ഡോക്ടർ എന്ന് പറഞ്ഞവൻ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് അമ്മയുടെ തോളിലേക്ക് ചായുകയും. രാധിക എന്ന് പറഞ്ഞവൻ പൊട്ടിക്കരയുമ്പോഴേക്കും അമ്മയും അവനെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. വേദയെ ടാബ്ലറ്റ് കഴിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് അരുണ. ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് വേദ ചോദിക്കുന്നുണ്ട്, അയ്യോ അങ്ങനെയാണോ പറഞ്ഞതെന്ന്. അതെ, ലേബർ റൂമിൽ വെച്ച് ആ കുട്ടിയുടെ BP ലെവൽ മുഴുവനും ബ്ലീഡിങ്ങും തുടങ്ങി, 2-ൽ ഒരാളെ രക്ഷിക്കാനാവുന്ന ഡോക്ടർ പറയുന്നു എന്ന് അരുണ പറയുന്നത് കേൾക്കെ. ഈശ്വര, എന്നിട്ടിപ്പോ എന്തായി എന്ന് വേദയും ചോദിക്കും. ഓപ്പറേഷൻ ആ കുട്ടി സ്റ്റേബിൾ അല്ല, നോർമൽ ഡെലിവറിക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. സേതുലക്ഷ്മി മാഡവും തരുൺ സാറും ആകെ തകർന്നിരിക്കുക എന്ന് അരുണ പറയുന്നത് കേൾക്കെ. എനിക്ക് അവരെ ഒന്ന് കാണണം, അങ്ങോട്ട് പോകാമോ എന്ന് വേദ ചോദിക്കുക. ഈ അവസ്ഥയിൽ വേണോ എന്ന് അരുണയും ചോദിക്കുക. വേണം സിസ്റ്ററെ, ഒരു പരിചയവും ഇല്ലാതിരുന്നിട്ടും അമ്മയെ പോലെയാ അവരെന്നെ നോക്കിയത്. ഇന്ന് രാധിക ലേബർ റൂമിലായിരിക്കുമ്പോഴും ആ അമ്മ എന്നെ കാണാൻ വന്നതാ, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു ഷോൾ എടുത്തിട്ട് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അവൾ പുറത്തിറങ്ങി നടന്നു തുടങ്ങുമ്പോഴാണ് ശ്രീകാന്തിന്റെ ഗുണ്ടകൾ അതുവഴി വരുന്നത് അവൾ കാണുന്നത്. പരിഭ്രമത്തോടെ അവരെ നോക്കി നിൽക്കുന്ന വേദിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.